അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എൻ്റെ പേര് വസീം, BA F2 പഠിക്കുന്നു. എൻ്റെ ചോദ്യം, ഇന്ന് സമൂഹത്തിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് സ്ത്രീ പള്ളി പ്രവേശനം. സമസ്ത പോലുള്ള സംഘടനകൾ ഇതിനെതിരാണെന്ന് നമുക്കറിയാം. എന്നാൽ മുജാഹിദുകൾ ഇതിനെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിക്കാറുള്ളത്. അതുകൊണ്ട് ഇതിന് ഇസ്ലാമിക പ്രമാണങ്ങളിൽ വല്ല തെളിവുമുണ്ടോ? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, ഇവിടെ ചോദിക്കപ്പെട്ട ചോദ്യം സമസ്ത പോലുള്ള ധാരാളം സംഘടനകൾ സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്ന പ്രവണതയെ എതിർക്കുന്നുണ്ട്. എന്നാൽ മുജാഹിദുകളടക്കമുള്ള സലഫികൾ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം എന്ന അനുമതി നൽകുന്ന പ്രവണതയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇസ്ലാമികപരമായ പ്രമാണബന്ധിതമായ ശരി ഏതാണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ച ചോദ്യം. ഇവിടെ ഈ സ്ത്രീകളെ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സംഘടനകളുടെ അവസ്ഥയെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് അവസാനം ഒന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ആദ്യം ഇതിൻ്റെ ഇസ്ലാമികപരമായിട്ടുള്ള കാഴ്ചപ്പാട് എന്താണ് എന്നുള്ളതാണ്. നമ്മൾ ധാരാളമായി കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ട് സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പ്രവേശിച്ചുകൂടാ? പ്രവാചകൻ്റെ കാലത്ത് സ്വഹാബ വനിതകൾ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് നമ്മുടെ മനസ്സിലും ഉണ്ടാകുന്നൊരു ചോദ്യമാണ്. എന്നാൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകളിലൂടെ നമുക്ക് കൃത്യമായി പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് എന്നതാണ്. സ്ത്രീകൾ പള്ളിയിലേക്ക് നിങ്ങളോട് അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളത് വിലക്കാൻ പാടില്ല എന്ന് സ്വഹാബത്തിന് പ്രവാചകൻ നിർദ്ദേശം നൽകിയിരുന്നു. സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി ഇത് പ്രതിപാദിക്കുന്നുണ്ട്. ഇത് ഇസ്തഅദനത് ഇംറഅതു അഹദികും ഇലൽ മസ്ജിദ്. സ്വഹാബ, നിങ്ങളുടെ ദമ്പതികൾ ആരെങ്കിലും, നിങ്ങളുടെ ഭാര്യമാരിൽ ആരെങ്കിലും നിങ്ങളോട് പള്ളിയിലേക്കുള്ള പ്രവേശനത്തിന് അനുമതി ചോദിച്ചു കഴിഞ്ഞാൽ ഫലാ യംനഅഹ, നിങ്ങൾ അവരെ വിലക്കാൻ പാടില്ല. സ്ത്രീകൾ പള്ളിയിൽ പോകട്ടെ എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരിക്കലും അതിനെ എതിർക്കുന്ന രൂപത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തനങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ഇത് പ്രവാചകൻ സ്വഹാബത്തിന് കൃത്യമായി നൽകിയ ഉപദേശമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഹദീസിൽ നിന്ന് തന്നെ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം എന്നുള്ള പ്രവാചകൻ്റെ അനുമതി നമുക്ക് കാണാൻ സാധിക്കും. ഇത് മാത്രമല്ല, പ്രവാചകൻ പറയുന്നുണ്ട്, ലാ തംനഉ ഇമാ അല്ലാഹി അയ്യുസല്ലീന ഫിൽ മസ്ജിദ്. സ്ത്രീകളെ പള്ളിയിലേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങൾ വിലക്കാൻ പാടില്ല. ഇതെല്ലാം സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാം എന്ന അനുമതി നൽകിക്കൊണ്ടുള്ള പ്രവാചകൻ്റെ ഹദീസുകളാണ്. അപ്പോൾ പലപ്പോഴും പറയാറുണ്ട്, സ്ത്രീകൾക്ക് പള്ളിയിലേക്കാൾ ഹൈറായിട്ടുള്ളത് വീടുകളാണ്, പള്ളിയിലേക്ക് പോകുന്നതിനേക്കാൾ ഉത്തമം പ്രവാചകൻ നൽകിയിട്ടുള്ളത് വീടുകളാണ്. അങ്ങനെയല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്ത്രീകൾ പള്ളിയിലേക്ക് പോയി കഴിഞ്ഞാൽ അവർക്ക് ധാരാളം പ്രതിഫലം ലഭിക്കുമെന്ന റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ലാ തംനഉൻ നിസാഅ ഹുദൂദഹുന്ന മിനൽ മസാജിദ്. സ്ത്രീകൾക്ക് പള്ളിയിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലത്തിൻ്റെ ഓഹരികൾ നിങ്ങൾ തടയാൻ പാടില്ല. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസാണ്. സ്ത്രീകൾക്ക് പള്ളിയിൽ നിന്ന് ഓഹരി ലഭിക്കുന്ന പ്രതിഫലം നിങ്ങൾ ഒരിക്കലും തടയാൻ പാടില്ല. അഥവാ സ്ത്രീകൾ വീടുകളിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം അവർ പള്ളിയിൽ പോയി നമസ്കരിക്കുമ്പോൾ ലഭിക്കുന്നുണ്ട് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. അഥവാ ആണുങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്കും പള്ളിയിൽ പോയി നമസ്കരിക്കുന്നുണ്ട് എങ്കിൽ ധാരാളം പ്രതിഫലം ലഭിക്കുമെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇതേ വിഷയത്തിൽ കടന്നു വരുന്ന മറ്റൊരു ചോദ്യമാണ്, സ്വഹാബ വനിതകൾ പള്ളിയിലേക്ക് പോയിരുന്നു. അഥവാ ഇസ്ലാമിൽ ധാരാളം മഹത്വവൽക്കരിക്കപ്പെട്ട സ്വഹാബ വനിതകളുണ്ട്. ആ സ്വഹാബ വനിതകൾ പള്ളിയിലേക്ക് പോയതായിട്ട് വല്ല ഹദീസിലും പ്രതിപാദിക്കുന്നുണ്ടോ? അതും നമുക്ക് കൃത്യമായി കാണാൻ കഴിയും. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും ഒരേപോലെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നിയായ ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഞങ്ങൾ സ്വഹാബ വനിതകൾ
ഞങ്ങൾ എന്ത് ചെയ്യുന്നു, വസ്ത്രം മൂടി പുതച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ സുബഹി നമസ്കാരത്തിൽ ഞങ്ങൾ പങ്കെടുത്തിരുന്നു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞ് ഞങ്ങൾ മടങ്ങുന്ന സമയത്ത് ഞങ്ങളെ തിരിച്ചറിയാൻ കഴിയാത്ത രൂപത്തിൽ നല്ല ഇരുട്ടുണ്ടായിരുന്നു എന്ന് ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹുൽ മുസ്ലിമിലും ഇത് ഉദ്ധരിക്കുന്നതായി നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഫിത്നകൾ കടന്നു വരുന്നത് രാത്രികാലങ്ങളിലാണ്. അഥവാ കണ്ണിൻ്റെ വെളിച്ചം അമരുന്ന ഇരുട്ടിൻ്റെ മറവിലാണ് ധാരാളം തിന്മകൾ നിറമാടാറുള്ളത്. എന്നാൽ ഈ ഹദീസിൽ കൃത്യമായി കാണാൻ കഴിയും, സുബഹി നമസ്കാരത്തിന് വേണ്ടി ആയിഷ റളിയല്ലാഹു അൻഹ അടക്കമുള്ള സ്വഹാബ വനിതകൾ പ്രവാചകന്റെ കൂടെ പള്ളിയിൽ പോയിരുന്നു, പ്രവാചകന്റെ കൂടെ സുബഹി നമസ്കാരം നിർവഹിച്ചിരുന്നു, പ്രവാചകന്റെ കൂടെ അവർ മടങ്ങിയിരുന്നു എന്നും ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്. പിന്നീട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു റിവായത്തിൽ ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ ഒരിക്കൽ നമസ്കരിക്കുന്നുണ്ട്. പ്രവാചകന്റെ നമസ്കാരത്തിൽ കുട്ടികൾ കരയുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. പ്രവാചകൻ കൃത്യമായി പറയുന്നു, ആ കുട്ടികൾ കരയുന്ന ഉമ്മമാരെ പ്രയാസപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ എൻ്റെ നമസ്കാരം ചുരുക്കുമായിരുന്നു എന്ന് പ്രവാചകന്റെ റിവായത്തുകൾ നമുക്ക് കാണാൻ കഴിയും. ഈ ഹദീസുകളെല്ലാം കൃത്യമായി പ്രതിപാദിക്കുന്നത് സ്ത്രീകൾക്ക് പള്ളിയിൽ പോകാം, അവർക്ക് പള്ളിയിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് വീടുകൾ നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം ലഭിക്കുന്ന കർമ്മമാണ് എന്നും ഹദീസുകളിലൂടെ വ്യക്തമാണ്. പക്ഷെ ഇതൊന്നും ഇവിടെ സൂചിപ്പിച്ച പോലെ, ചോദ്യത്തിൽ സൂചിപ്പിച്ച പോലെ സമസ്ത പോലുള്ള സംഘടനകൾ അംഗീകരിക്കൂല. ഇനി ഞാൻ തുടക്കം സൂചിപ്പിച്ച പോലെ ആ സംഘടനകളെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ പ്രത്യേകത എന്താണെന്ന് അറിയോ? സ്ത്രീകൾ പള്ളിയിലേക്ക് പോകുന്നത് അവർ വിലക്കും, പള്ളിയിലേക്ക് അവർ പോകാൻ പാടില്ല. ബാക്കിയുള്ള എല്ലാ സദസ്സുകളിലും അവിടെ സാന്നിധ്യം ഉണ്ടാവും. കാരണം മക്ബറ ഉണ്ടോ, അവിടെ അവരുണ്ടാവും. അവിടെ കൂട്ടപ്രാർത്ഥന നടത്താൻ സ്ത്രീകൾ വരുന്നതിൽ അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. നബിദിനമുണ്ടോ, അത് ആഘോഷിക്കാൻ സ്ത്രീകൾ വരുന്നുണ്ട്, അതിൽ നിറമാടുന്നത് അവർക്ക് യാതൊരു പ്രശ്നമില്ലാത്ത കാര്യമാണ്. അങ്ങനെയാണ് എങ്കിൽ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ഭവനത്തിൽ പോയി സ്ത്രീകൾക്ക് ഇബാദത്തുകൾ ചെയ്തുകൂടാ? അതിനെ മാത്രം ഇവർ നിരോധിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം. ഇതേ ആളുകൾ, ഇതേ വാദമുള്ള ആളുകൾ ഇനി ഗൾഫ് രാജ്യങ്ങളിലേക്ക്, മക്ക പോലുള്ള മദീന പോലുള്ള രാജ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സ്ത്രീകൾ പള്ളിയിൽ നമസ്കരിക്കുന്നുണ്ട്, അവിടെ ജുമയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതേ പള്ളികളിൽ പോയി നമസ്കരിക്കുന്നത് ഇവർ കാണുന്നതാണ് അല്ലേ? പലപ്പോഴും മക്കയിലെയും മദീനയിലെയും കാര്യങ്ങൾ പറഞ്ഞ് അവരിങ്ങനെ ഘോരഘോരം പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഈ വിഷയത്തിനെ കുറിച്ച് മാത്രം ഇവിടെ സംസാരത്തിലൊന്നും കാണാൻ കഴിയുകയില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് കേവലം വ്യക്തിപരമായ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇസ്ലാമിനെ വളച്ചൊടിച്ചുകൊണ്ടാണ് ഇത്തരമൊരു വാദം ഇത്തരം ആളുകൾ ഉന്നയിക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് ഇസ്ലാമിനെ പ്രമാണബന്ധിതമായി ഖുർആനുമായി ഹദീസുമായി പഠിക്കുന്ന നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിലെ സ്വഹാബ വനിതകൾക്ക് പോലെ നമുക്കും പള്ളിയിലേക്ക് പോകാനുള്ള അനുമതിയുണ്ട്. നമുക്ക് പോകാം. വീടുകളിൽ നിന്ന് നമസ്കരിക്കുന്നതിനേക്കാൾ പ്രതിഫലം പള്ളിയിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതാണ് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.